You all are welcome to this moral science class. അപ്പോൾ എല്ലാവരും പഠിക്കാൻ റെഡിയാണല്ലോ. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ലെസൺ ഫിനിഷ് ചെയ്തു അല്ലേ? അപ്പോൾ അതിന് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതൊന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് എടുത്ത എല്ലാവരും ഫസ്റ്റ് ലെസണിൻ്റെ ആക്ടിവിറ്റീസ് കേട്ടോ. പേജ് നമ്പർ 7. Look at each of your activities as a student and ask the question, am I enjoying doing it? Try and change your attitude towards those activities where you get a negative answer. നിങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ തരത്തില്ലേ? അപ്പോൾ ഓരോ ആക്ടിവിറ്റീസും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ മൂഡ് എന്താണ്, ആറ്റിറ്റ്യൂഡ്, ഓരോ അസൈൻമെൻറ്റിനോടുമുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ചില കുട്ടികൾക്ക് അസൈൻമെൻറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, അത് കിട്ടാൻ അവർ വെയിറ്റ് ചെയ്തിരിക്കും. ചിലരങ്ങനെയല്ല, അസൈൻമെൻറ്റ്സ് എന്ന് കേൾക്കുമ്പോഴേ തന്നെ എന്തൊരു പാടായി, ഇതെല്ലാം കൂടെ ഞാൻ കണ്ടുപിടിക്കണമല്ലോ, തനി എഴുതണമല്ലോ. പിന്നെ നമ്മൾ ബാക്കിയുള്ളവരെയൊക്കെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ചേച്ചി എനിക്ക് അത് ചെയ്തത്, അമ്മ എനിക്ക് അത് പറഞ്ഞത്, അതൊക്കെ പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യും. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടരെ ഭയങ്കര ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർ തനിയെ ഇതൊക്കെ കണ്ടുപിടിച്ച് നല്ല ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്ത് ആയിരിക്കും ആ അസൈൻമെൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ എല്ലാവരും എല്ലാ അസൈൻമെൻറ്റ്സിനോടും നല്ല ആറ്റിറ്റ്യൂഡ് ആയിരിക്കണമെന്നില്ല. ചില അസൈൻമെൻറ്റ്സ് നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത അസൈൻമെൻറ്റ്സും ചെയ്യേണ്ടതായിട്ട്. അപ്പോൾ നിങ്ങളുടെ അസൈൻമെൻറ്റ്സിനോടുള്ള ഏതൊക്കെ ടൈപ്പ് അസൈൻമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഏതിനോടൊക്കെയാണ് നിങ്ങൾക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളത്, അത് കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളത് ഓക്കെയാണ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വരാനുള്ള കാരണം എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങളത് ഇഷ്ടപ്പെടാത്തത് എന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ നോക്കണം. ആ അസൈൻമെൻറ്റ്സിനെ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാമെന്ന് ചിന്തിച്ചിട്ട് അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലോട്ട് മാറ്റും. ഓക്കെ, അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ അത് എഴുതാനുള്ളതല്ല, നിങ്ങളുടെ മൂഡ് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ സ്വയം വിചാരിച്ച്, ഇപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരോട് മിസ് പറയുകയാണ്, നിങ്ങൾ ആ മൂഡ് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. നിങ്ങളെപ്പോഴും നല്ല സ്മൈലിംഗ് ഫേസ് ആയിട്ടിരിക്കണം, ഒന്നിനെ കുറിച്ച് ഓർത്ത് പറയാവരുത് എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിനെ മാറ്റിയെടുക്കുക പറയുന്നത്. അപ്പോൾ ഇവിടെയും ആ മൈൻഡ് ചേഞ്ച് ആകുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അത് നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ് കേട്ടോ, ആരുടെ ഹെൽപ്പ് വേണ്ട ആവശ്യമില്ല, നിങ്ങൾ സ്വയം അത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ സെക്കൻഡ് വൺ, ഒബ്സർവ് ദ വേരിയസ് പീപ്പിൾ യു വുഡ് കം അക്രോസ്. നിങ്ങൾക്ക് പരിചയപ്പെടേണ്ടി വരുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങളായിട്ട് ഇടപഴകുന്ന ആളുകളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, വീട്ടിലുള്ളവർ, അല്ലെങ്കിൽ കസിൻസ്, അങ്കിൾ, ആൻറ്റി, ഗ്രാൻഡ് പേരൻസ്, അങ്ങനെ നിങ്ങളുമായിട്ട് ഇടപഴകുന്ന ആളുകളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അവരെ തന്നെ ഇങ്ങനെ അവരുടെ പുറകെ നടന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക എന്നുള്ളതല്ല, അവരുടെ മൂമെൻറ്റ്സ്, ഓരോ കാര്യങ്ങളോടുമുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഒബ്സർവ് ചെയ്യണം. ഇറ്റ് കുഡ് ബി എ ഹെൽപ്ഫുൾ ടെല്ലർ ഇൻ ദ ബാങ്ക്. ഇപ്പം ആരൊക്കെയാണെന്ന് പറയുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ ബാങ്കിൽ ചിലപ്പോൾ അവിടെയുള്ള ഒരു ടെല്ലർ ഉണ്ടല്ലോ, നമുക്ക് എൻക്വയറീസ് ഒക്കെ നടത്താൻ, അല്ലെങ്കിൽ നമ്മളെ ഫോണിൽ വിളിച്ച് ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ബാങ്കിലുള്ള ഏതെങ്കിലും ഒരു ജീവനക്കാരനെയോ നമുക്ക് ഒബ്സർവ് ചെയ്യാം. ബാങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ അവിടെയുള്ള ഒരാളെ ഒബ്സർവ് ചെയ്യുക. പിന്നെ മൊറോസ് കണ്ടക്ടർ. മൊറോസ് മീൻസ് ഗ്ലൂമി എന്നാണ് അത്, മൊറോസ്. ഇപ്പോൾ കണ്ടക്ടേഴ്സ് ബസ്സിൽ കയറുമ്പോൾ നമ്മൾ മിക്ക കണ്ടക്ടേഴ്സും ഭയങ്കര എന്താ പറയുക, ടെൻഷൻ അടിച്ച് അവരുടെ മുഖത്ത് സന്തോഷം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടക്ടേഴ്സ് വളരെ റെയറാണ്. കാരണം അവരത്രയും ടെൻഷൻ പിടിച്ചൊരു ജോലിയാണ് ചെയ്യുന്നത്. ആളുകൾ കയറുന്നതും ഇറങ്ങുന്നതും അവർക്ക് ടിക്കറ്റ് കൊടുക്കുന്നതും ഒക്കെ ശ്രദ്ധിക്കണം. പിന്നെ പൈസ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് കൊടുക്കണം. പിന്നെ അവർ ഓരോ സ്ഥലം പറയുമ്പോഴത്തേക്കും അതിൻ്റെ കറക്റ്റ് എമൗണ്ട് ഓർത്തെടുത്ത് പറയണം. അപ്പോൾ അവർ ഭയങ്കര ബിസിയാണ്, അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയമില്ല. അപ്പോൾ സാധാരണ രീതിയിൽ അവർ മൂടിയായിരിക്കും അല്ലേ. ഇപ്പോൾ ഗ്ലൂമി ആയിട്ടുള്ള കണ്ടക്ടറെ ഒബ്സർവ് ചെയ്യാം. ഇൻ ദ ബസ് ഓർ എ ചിയർഫുൾ ഫ്രൂട്ട് വെൻഡർ. ഫ്രൂട്ട് വെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? വഴിയോരത്തിരുന്ന് പഴക്കച്ചവടം നടത്തുന്ന ആൾ കേട്ടോ. കടയിലാകാം, അല്ലെങ്കിൽ വഴിയരികിലിരുന്ന് കച്ചവടം നടത്തുന്നത് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് വെൻഡർ. ഈ വെൻഡേഴ്സ് ഭയങ്കര ചിയർഫുൾ ആയിരിക്കും. കാരണം അവരുടെ ബിസിനസ് നടക്കണമെങ്കിൽ അവരിങ്ങനെ ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, പോകുന്ന വഴിക്കൊക്കെ കവറൊക്കെ പൊക്കി പിടിച്ച്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ പൊക്കി പിടിച്ചിട്ട് വാ വന്ന് വാങ്ങിക്ക്, എത്രയാണ് 4 കിലോ 100 രൂപ എന്നൊക്കെ പറഞ്ഞ് അവർ ഏത് സമയവും ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ഫ്രൂട്ട് വെൻഡറിനെ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഗേജ് ദ ഇമ്പാക്റ്റ് ഓഫ് ദെയർ ആറ്റിറ്റ്യൂഡ്
ടുവേർഡ്സ് ദെയർ വർക്ക്. ഗേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യുക. അവരുടെ ഇമ്പാക്റ്റ് ഓഫ് ദെയർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദെയർ വർക്ക്. അവർക്ക് അവരുടെ ജോലിയോടുള്ള ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, എത്രത്തോളം ആസ്വദിച്ചാണ് ഓരോരുത്തരും അവരവരുടെ ജോലി ചെയ്യുന്നത്, അതിനെ നിങ്ങളൊന്ന് മെഷർ ചെയ്യണം. ഓൺ ദെയർ ഹാപ്പിനെസ്. എന്തിൻ്റെ ബേസിലാണ്? അവരുടെ ഹാപ്പിനെസ്. എത്ര സന്തോഷത്തോടു കൂടിയാണ് ഓരോരുത്തരും, അതായത് ഓരോ ജോലി ചെയ്യുന്ന ആളുകൾ, ഈ പറഞ്ഞ കണ്ടക്ടർ അല്ലെങ്കിൽ ബാങ്കിലെ ടെല്ലർ, അതല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് വെൻഡർ, പിന്നെ നമുക്ക് ചുറ്റുമുള്ള വേറെ എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ജോലി എത്രത്തോളം ആസ്വദിച്ചാണ്, അല്ലെങ്കിൽ അവർ ആ ജോലിയിൽ എത്രത്തോളം ഹാപ്പിയാണെന്ന് കണ്ടെത്തുക. ഓക്കെ, അതാണ് സെക്കൻഡ് ആക്ടിവിറ്റി. തേർഡ് വൺ, റീഡ് ദ ബയോഗ്രഫീസ് ഓഫ് ഗ്രേറ്റ് മെൻ ആൻഡ് കമ്പൈൽ ഇൻസ്റ്റൻസസ് ഇൻ ദെയർ ലൈഫ്സ് that illustrated their approach to their job or occasion. അതായത് നിങ്ങൾ ബയോഗ്രഫീസ് വായിക്കുക. ആരുടെയാണ്? ഗ്രേറ്റ് മെൻ, മഹാന്മാരുടെ ബയോഗ്രഫീസ് വായിക്കുക. അതിനകത്ത് നിന്ന് അവരുടെ ജോബിനോടുള്ള അവരുടെ എന്താണ് ആറ്റിറ്റ്യൂഡ്, അല്ലേ, അല്ലെങ്കിൽ ആ ജോബുമായിട്ട് കണക്ട് ചെയ്ത് അതിനകത്ത് എന്തൊക്കെ സംഭവങ്ങൾ പറയുന്നുണ്ട്, അവരുടെ ജോബിനുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇൻസ്റ്റൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമ്പൈൽ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ അബ്ദുൾ കലാമിൻ്റെ ബയോഗ്രഫി വായിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് അദ്ദേഹം ചെയ്ത ജോബുണ്ട്. അദ്ദേഹം ചെറുതിലേ തന്നെ എന്താണ് പത്രവിതരണമൊക്കെ ചെയ്തിരുന്നു. പാൽ വിതരണം, പത്രവിതരണം ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അപ്പോൾ അദ്ദേഹം ചെയ്ത ഏത് ജോലിയാണെങ്കിലും ആ ജോലി അദ്ദേഹം എത്രത്തോളം ആസ്വദിച്ചാണ് ചെയ്തത്, അതായത് ഒരു പൈസ ഉണ്ടാക്കാൻ മാത്രമാണോ, അതല്ല കഷ്ടപ്പാട് കൊണ്ടിട്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പൈൽ ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു നോട്ടായിട്ട് കുറിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ എന്തായിരിക്കണം നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? ഈ മഹാന്മാർ ചെയ്ത ജോലി, ആ ജോലിയോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്, ആ ജോലി ചെയ്യുന്നതിൽ അവർ ഹാപ്പിയാണോ അതല്ല അവർ ഡിസ്റ്റർബ്ഡ് ആണോ എന്നൊക്കെ ഉള്ളത് കണ്ടെത്തി എഴുതണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആക്ടിവിറ്റീസ്. ഇതിനകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റൻ ആൻസേഴ്സ് ഒന്നും പഠിക്കാനില്ല. പക്ഷെ നമുക്ക് യൂണിറ്റ് ടെസ്റ്റ് ഇടുമ്പോൾ GK-യുടെ മോറൽ സയൻസിൻ്റെ പരീക്ഷയും വരാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം, പാഠഭാഗം നന്നായിട്ട് വായിക്കുക. അപ്പോൾ അതിനകത്ത് നിന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ മാച്ച് ഓഫ് ദ ഫോളോയിങ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വലിയ വലിയ ആൻസേഴ്സ് അല്ലെങ്കിലും 1 സെൻറ്റൻസിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പാഠം നന്നായിട്ട് വായിക്കുക. Okay, we are going to start second chapter. What's the name of second chapter? Avoid wastage. Second chapter, avoid wastage. WASTAGE. Avoid wastage. എന്താണ് വേസ്റ്റേജ്? വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റ്, ഉപയോഗശൂന്യമായതിനെയാണ് നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്നത്. വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എമൗണ്ട്, നമ്മൾ പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ ഒരു ക്വാണ്ടിറ്റിയാണ് വേസ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ബുക്ക് നോക്കിയിരുന്നോളൂ. പേജ് നമ്പർ എത്രയാണ്? 8. All around us we see many instances of wastage, such as the rainwater that falls onto the ground finding way to the sea. Several sheets of paper are found in a crumbled state on the street. Hundreds of plates of food are thrown into a dustbin near a wedding hall, etc. എന്തൊക്കെ ടൈപ്പ് വേസ്റ്റേജ് ആണ് നമ്മളുടെ ചുറ്റും കാണാനാവുക എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? റെയിൻ വാട്ടർ, മഴവെള്ളം. ഈ മഴ പെയ്ത് ഭൂമിയിലേക്ക് എത്തുന്ന വെള്ളത്തെ നമ്മൾ കൺസേർവ് ചെയ്യേണ്ട ആവശ്യമാണ്, അല്ലെ, സൂക്ഷിച്ച് വെക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നേ ഇല്ല. നോക്കിക്കേ, ഇപ്പം പഴയ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് മഴ കുറഞ്ഞു. പണ്ടൊക്കെ ജൂൺ മാസം ഇങ്ങനെയല്ല. ബസ്സിലേക്ക് ചെറുതിലേക്ക് ജൂൺ എന്ന് പറഞ്ഞാൽ സണ്ണിനെ കാണാനേ കിട്ടില്ല, സൺലൈറ്റ് ഉണ്ടാകത്തേയില്ല. ഫുൾ ടൈം മഴയാണ്, രാവിലെ മുതൽ രാത്രി ഇങ്ങനെ തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അന്നൊന്നും ഇത്രയും വെള്ളം പൊങ്ങില്ല. ഈ പെയ്യുന്ന വെള്ളം എല്ലാം ഭൂമിയുടെ അടിയിലേക്ക് പോകുമായിരുന്നു. ഒരുപാട് ദിവസം, ഒരാഴ്ചയിൽ കഴിയുമ്പോഴാണ് കുറച്ച് വെള്ളം നിൽക്കുക കേട്ടോ. എല്ലാ സ്ഥലത്തെയും കാര്യമല്ല ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവം അങ്ങനെയാണ്. ഇത്ര മഴ പെയ്താലും അത് മണ്ണിനടിയിലേക്ക് പോകുമായിരുന്നു. പക്ഷെ ഇപ്പം കാലം മാറി. എല്ലാവരും തറയൊക്കെ ടൈൽസ് പാകി കോൺക്രീറ്റ് ചെയ്തു, റോഡുകളൊക്കെ വന്നപ്പോൾ ഈ മഴവെള്ളത്തിന് പോകാനായിട്ട്, ഭൂമിക്ക് അടിയിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കാതെ വരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? പെയ്യുന്ന മഴവെള്ളം എല്ലാം താഴേക്ക്, എവിടെയാണോ താഴ്ചയുള്ളത് അങ്ങോട്ട് ഒഴുകി 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 അവസാനം അത് എവിടെ ചെന്ന് പതിക്കും? കടലിൽ ചെന്ന്
തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മഴ പെയ്യുന്ന മഴവെള്ളം നമ്മുടെ ഭൂമിക്ക് അടിയിലേക്ക് പോയാലേ വേനൽക്കാലത്ത് നമുക്ക് വെള്ളം കിട്ടും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ബോർവെൽ ഉണ്ടാകുമല്ലോ, ഭൂമിക്ക് അടിയിലേക്ക് ഒരു പൈപ്പ് ഇട്ടിട്ട് നമ്മൾ മോട്ടോർ വെച്ച് വെള്ളം അടിച്ച് കയറ്റും. അപ്പോൾ ഭൂമിക്ക് അടിയിൽ വെള്ളം ഉണ്ടാകണമെങ്കിൽ പെയ്യുന്ന മഴവെള്ളം മുഴുവനും നമ്മളുടെ പറമ്പിൽ ഭൂമിക്ക് അടിയിലേക്ക് പോകണം, എന്നാലേ അതവിടെ സ്റ്റോർ ആയിരിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ പുറമെയാണ് വീഴുന്നതെങ്കിൽ അത് ഒലിച്ച് കടലിൽ പോകും. അപ്പോൾ അത് ഒരു തരത്തിലുള്ള വേസ്റ്റേജ് ആണ്. അതായത് നമുക്ക് കിട്ടുന്ന മഴവെള്ളം നമ്മൾ സൂക്ഷിച്ച് വെക്കാതെ എന്ത് ചെയ്യുന്നു, അതിനെ കടലിലേക്ക് ഒഴുക്കി വിടുന്നു അല്ലേ. കാരണം എന്താ, നമ്മുടെ വീടിന് മുറ്റും തറ പാകിയിട്ടുണ്ട്, ടൈൽസ് ഇട്ടും അതല്ലാതെ കോൺക്രീറ്റ് സിമെൻറ്റ് ചെയ്ത്, ചിലരൊക്കെ സിമെൻറ്റ് ചെയ്ത് റോഡ് പോലെയൊക്കെ ആക്കി വയ്ക്കുന്നു. ഒരു തുള്ളി മഴവെള്ളം പോലും നമ്മുടെ വീട്ടുമുറ്റത്ത് വീഴുന്ന മഴവെള്ളം ഒന്നും അവിടെ സംഭരിക്കപ്പെടുന്നില്ല, എല്ലാം ഒഴുകി പോവുകയാണ്. എന്നിട്ട് ഈ ബോർവെല്ലിൽ താത്തിയിട്ട് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എവിടുന്ന് വെള്ളം കിട്ടാനാ അല്ലേ. അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് കിട്ടുന്ന മഴവെള്ളത്തെ താഴേക്ക് സംഭരിച്ച് വെക്കണം. അതിന് കുറേ പദ്ധതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്കൂളിലൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, മഴക്കുഴികൾ നിർമ്മിക്കണം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. മണ്ണ് ഇളക്കമുള്ളതായിരിക്കണം, ചെറിയ കുഴികളൊക്കെ കുഴിച്ചിട്ട് തേങ്ങയുടെ തൊണ്ടൊക്കെ വെച്ച് മൂടി വെക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല, നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. മഴവെള്ളം ഒഴിച്ച് പോവുകയോ പോകാതിരിക്കുകയോ, നമുക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് കുപ്പിവെള്ളം വാങ്ങും. ഇതായിരിക്കും നമ്മുടെ ചിന്ത. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന കുപ്പിയിൽ കിട്ടുന്ന വെള്ളം പോലും കിട്ടാതെ ആകും എന്നാണ് കണക്കുകൾ കേട്ടോ. പിന്നെ അടുത്ത വേസ്റ്റേജ് എന്താണ്, സെവറൽ ഷീറ്റ്സ് ഓഫ് പേപ്പർ ആർ ഫൗണ്ട് ഇൻ എ ക്രംബിൾഡ് സ്റ്റേറ്റ് ഓൺ ദ സ്ട്രീറ്റ്. സ്ട്രീറ്റിൽ നോക്കിയാൽ ഇങ്ങനെ ചുരുട്ടി എറിയുന്ന ഒരുപാട് പേപ്പേഴ്സ്. ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഒരുപാട് മരങ്ങൾ മുറിച്ച് അത് അരച്ച് പൾപ്പുണ്ടാക്കിയിട്ടാണ് ഈ പേപ്പർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് എന്താണ്, ഡിഫോറസ്റ്റേഷൻ ആണ്. പേപ്പറിന് വേണ്ടിയിട്ട് ഒരുപാട് മരങ്ങളെ നമ്മൾ വെട്ടി നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഓർക്കാതെ പെട്ടെന്ന് നമ്മളൊരു ആവശ്യത്തിന് ഒരു പേപ്പർ എടുക്കും, ഒരു സെൻറ്റൻസ് എഴുതാനായിട്ട് നമ്മളൊരു വലിയ ഷീറ്റ് പേപ്പർ എടുക്കുന്നു. എന്നിട്ട് അത് ഉപയോഗം കഴിയുമ്പോഴത്തേക്കും ചുരുട്ടി വലിച്ചെറിയും. ബാക്കി സ്പേസൊക്കെ എഴുതാനുണ്ടെങ്കിലും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, വലിച്ച് പറിച്ച് കളയുന്നു. കാരണം നമ്മുടെ മുമ്പിൽ ഇഷ്ടംപോലെ ബുക്സും പേപ്പറും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു വർഷം ഉപയോഗിക്കുന്ന നോട്ട് ബുക്കുകൾ, അത് കുറച്ച് ഒരു അങ്ങേറ്റം ഒരു 10-20 പേജസ് എഴുതിയിട്ടുണ്ടാകത്തുള്ളൂ. നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ നമ്മളത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് അടുത്ത ബുക്സ് എടുക്കുന്നു. ഇതൊക്കെ ഒരു തരത്തിലുള്ള വേസ്റ്റേജ് ആണ് കേട്ടോ. ഇനി തേർഡ് വേസ്റ്റേജ് എന്താണ്, ഹൺഡ്രഡ്സ് ഓഫ് പ്ലേറ്റ്സ് ഓഫ് ഫുഡ് ആർ ത്രോൺ ഇൻ ടു എ ഡസ്റ്റ്ബിൻ നിയർ എ വെഡിങ് ഹാൾ. ഒരു വെഡിങ് ഹാളിൽ ചെന്ന് നോക്കിയാൽ അതിൻ്റെ ചുറ്റും വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ടാകും. അതിനകത്ത് ഒക്കെ ഫുഡ് വേസ്റ്റ് ചെയ്തത് കാണും. ആളുകൾ ആവശ്യത്തിൽ കൂടുതൽ വാങ്ങിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും, അത് കൊണ്ടുപോയി വേസ്റ്റ് കഴിക്കാതെ കൊണ്ടുപോയി ഡസ്റ്റ്ബിന്നിൽ തട്ടും. ഒത്തിരി ജനങ്ങൾ പട്ടിണി കിടക്കുന്നവരുണ്ട്. നമ്മുടെ ചുറ്റുമൊക്കെ ഒരു അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയും ഒക്കെ ആയിട്ട് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊന്നും ചിന്തിക്കാതെ നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ നിന്ന് നുള്ളിപ്പിറക്കിയൊക്കെ കഴിച്ചിട്ട് ബാക്കി നമ്മൾ അതേപോലെ കൊണ്ടുപോയി വേസ്റ്റ് ചെയ്യും. ഇൻഫാക്ട് ദ ലിസ്റ്റ് ഈസ് എൻഡ്ലെസ്. ഇങ്ങനെ പറയാനാണെങ്കിൽ ലിസ്റ്റ് ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്. ഒരുപാട് വേസ്റ്റേജ് നമ്മുടെ ചുറ്റിലുമുണ്ട്. It is not uncommon to find many offices well lit even after everybody has left. അതായത് ഓഫീസുകളിലൊക്കെ, സർക്കാർ ഓഫീസുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ 5 മണി വരെ ഒരു സമയമുള്ളെങ്കിൽ ആ 5 മണിക്ക് എല്ലാവരും ഇറങ്ങിപ്പോയാലും ഓഫീസ് മുഴുവൻ ലൈറ്റും ഫാനും എല്ലാം ഓണായിരിക്കും അല്ലേ. ഏറ്റവും അവസാനം ഇറങ്ങുന്ന ആൾ പോലും ഒരു ലൈറ്റോ ഒരു ഫാനോ ഓഫ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാറില്ല. കാരണം ഇതൊന്നും എൻ്റെ അല്ല, എൻ്റെ വകയല്ല, ആരെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് അവസാനം പോകുന്ന ആളും അതേപോലെ അങ്ങ് ഇറങ്ങിപ്പോകും. പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ഈ നൈറ്റ് മുഴുവനും ആ ഓഫീസിലെ ലൈറ്റ് ഫാനും ഒക്കെ ഓണായിട്ട് കിടക്കണം. അപ്പോൾ എന്തോരം ഇലക്ട്രിസിറ്റിയാണ് വേസ്റ്റ് ചെയ്യുക. ഇതൊന്നിനെ കുറിച്ച് നമ്മൾ ആരും ബോധേഡല്ല. The person who left the office last did not consider it is his duty to switch off the lights, fans, etc. അപ്പോൾ അവസാനം പോകുന്ന ആള് വിചാരിക്കത്തില്ല എൻ്റെ ഡ്യൂട്ടിയാണ്, ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന അവസാനത്തെ ആളാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെയുള്ള ലൈറ്റും ഫാനും എല്ലാം ഓഫ് ചെയ്തിട്ടേ പോകാവൂ എന്ന് ഒരു മനുഷ്യൻ പോലും ചിന്തിക്കത്തില്ല. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, ലോകം മുഴുവനുള്ള അവസ്ഥ ഇതാണ്. അവസാനം ഇറങ്ങിപ്പോകുന്ന ആളുടെ ചുമതലയാണ് പോകുന്നതിന് മുമ്പായിട്ട് ലൈറ്റ് ഫാനെല്ലാം ഓഫ് ചെയ്ത് പിന്നെ വിൻഡോസ് ക്ലോസ് ചെയ്യണം, ഡോർ ക്ലോസ് ചെയ്യണം. ഇതൊക്കെ അവസാനം ഇറങ്ങുന്ന ആളുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ അയാളൊന്നും ചെയ്യത്തില്ല. കാരണം എന്താ, പിന്നെ എനിക്ക് വയ്യ, എന്നെ ആരെ ഏൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോവുകയാണ് പതിവ്. In many computer companies, beside every PC, there is a small note requesting the person to switch off the PC after using it for the day.
മിക്കവാറുമുള്ള കമ്പ്യൂട്ടർ കമ്പനീസുകളിലൊക്കെ ഇഷ്ടംപോലെ കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ടുണ്ടാകും. അതൊക്കെ ഓരോരുത്തർ ഉപയോഗിക്കുന്നതാണ്. ഭാഗ്യം എന്ന് പറയട്ടെ, ഈ പി സി മീൻസ് പേഴ്സണൽ കമ്പ്യൂട്ടർ, ഈ പി സിയുടെ എല്ലാ സൈഡിലും എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പോകുന്നതിന് മുമ്പായിട്ട് പി സി ദയവായിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോവുക. കാരണം അവിടുത്തെ അവസ്ഥ ഇത് തന്നെയാണ്. ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ഞാനൊരു ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്താണ്, ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ലോഗൗട്ട് ചെയ്യാതെ തന്നെ സമയമാകുമ്പോൾ ബാഗ് എടുത്ത് ഇറങ്ങി അങ്ങ് ഒറ്റ ഓട്ടമാണ്. അപ്പോൾ അത് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് കമ്പനി തന്നെ ചെയ്ത് വെച്ചിരിക്കണം. അതിൻ്റെ താഴെ അതിൻ്റെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, അതിൻ്റെ അടുത്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ദയവായിട്ട് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോവുക. അപ്പോൾ എത്ര ദയനീയമാണ് നമ്മുടെ കെയർലെസ്നെസ് അല്ലെ. ഇലക്ട്രിസിറ്റി പാഴാക്കുന്നതിന് നമുക്ക് യാതൊരു മടിയുമില്ലാതെ വന്നിരിക്കുന്നു. ഇറ്റ് ഈസ് ഇൻഡീഡ് എ വെരി സാഡ് സ്റ്റേറ്റ് ഓഫ് അഫെയർസ് ദാറ്റ് men should be asked to stop wasting when they should know it by themselves. നമുക്കിതൊക്കെ അറിയാം. ഒരു സാധനം ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല, കറണ്ട് വേസ്റ്റ് ചെയ്യാൻ പാടില്ല, വാട്ടർ പ്രഷ്യസ് ആണ്, അത് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമുക്കറിയാമെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യുന്നില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ ഒരു ഓഫീസ് സ്ഥലത്തു നിന്നോ വീട്ടിൽ നിന്നോ ഒക്കെ പുറത്ത് പോകുന്ന സമയത്ത് അത് ഒന്നും വേണ്ട. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ നമ്മളൊരു റൂമിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫാനും ലൈറ്റും അല്ലേ, ചില അകത്തൊക്കെ ഇരുട്ടുള്ള വീടുകളാണെങ്കിൽ ലൈറ്റ് ഓൺ ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ഇത് രണ്ടും ഓഫ് ചെയ്യാൻ മറന്നു പോകത്തില്ലേ? അത് ഓൺ ചെയ്തിട്ടിട്ട് നമ്മൾ പോകും. പക്ഷെ കയറുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് 2 സ്വിച്ച് ഓൺ ചെയ്യും. പക്ഷെ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ആ സ്വിച്ച് ഓഫ് ചെയ്യാൻ നമുക്ക് എന്തോ ഒരു മടിയാണ്. നമുക്കറിയാം പോകുമ്പോൾ ഇനിയിപ്പോൾ ഈ റൂമിൽ ആരുമില്ല, ഇത് ഓഫ് ചെയ്യണം നമുക്കറിയാമെങ്കിലും നമ്മളത് ചെയ്യാറില്ല. എന്തോ ഒരു മടി, അത് എൻ്റെ ജോലിയല്ല എന്നുള്ളൊരു വിചാരം. അത് ഈ മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. 3rd paragraph, okay? Natural resources like air and water are not unlimited, but man is behaving as if all the natural resources will last forever and hence is wasting them in a reckless manner. Okay? ഈ നാച്ചുറൽ റിസോഴ്സസ് ആയ എയർ, വാട്ടർ, എയർ എന്താണ്, വായുവും, വാട്ടർ ജലം. വായുവും ജലവും ഒന്നും എപ്പോഴും അൺലിമിറ്റഡ് അല്ല, അത് ലിമിറ്റഡ് ആണ്. ഇപ്പോൾ മഴ തന്നെ പെയ്യുന്നത് കുറഞ്ഞു അല്ലേ, അതുപോലെ നല്ല വായു കിട്ടാനില്ല, മലിനമായ വായുവാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഇതറിയാമായിരുന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്, ഈ മഴവെള്ളം എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാ ഇപ്പോൾ സൂക്ഷിച്ച് വെക്കുന്നത്, എപ്പോഴും മഴ പെയ്യുമ്പോൾ കിട്ടുന്ന വെള്ളമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഇതൊക്കെ വേസ്റ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് ഈ വേസ്റ്റിംഗ് ദം ഇൻ എ റെക്ലെസ് മാനർ. റെക്ലെസ് മീൻസ് കെയർലെസ്, വളരെ കെയർലെസ് ആയിട്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വായുവും, ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടിയിട്ട് മനുഷ്യൻ പരക്കം പാഞ്ഞ് നടക്കുകയാണ്. ഓരോ സിലിണ്ടറിനും എത്രായിരം രൂപ കൊടുത്തിട്ടാണ് ഓരോരുത്തർ വാങ്ങിക്കുന്നത്. കാരണം ആ കോവിഡ് എന്ന് പറയുന്ന രോഗം വന്നു കഴിയുമ്പോൾ നമുക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതിന് ഓക്സിജൻ സിലിണ്ടർ, ഓക്സിജൻ വേണം. ഈ സിലിണ്ടറിന് വേണ്ടിയിട്ട് പരക്കം പായുന്നു. നമ്മൾ പിന്നെ ടി വിയിലൊക്കെ നമ്മൾ കണ്ടു, ന്യൂസിൽ കാണുന്നില്ലേ, ഓക്സിജൻ കിട്ടാതെ ആളുകൾ പിടഞ്ഞ് മരിക്കുകയാണെന്നൊക്കെ ഒരുപാട് ന്യൂസ് കണ്ടു. നോക്കിക്ക് എത്ര ഭീകരമാണ് നമ്മളുടെ ചുറ്റിലുമുള്ള കാഴ്ചകൾ. എന്നിട്ടും നമ്മൾ പഠിക്കുന്നില്ല. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇനിയും ഭൂമിയിൽ ഇഷ്ടംപോലെ ഉണ്ടെന്ന് വിചാരിച്ച് കെയർലെസ് ആയിട്ട് അതിപ്പോഴും വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Many of you will be aware that many parts of the world, especially in India, are already facing an acute water shortage. ലോകമാനം, അതായത് ലോകം മുഴുവനും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അക്യൂട്ട് വാട്ടർ ഷോർട്ടേജ്. അക്യൂട്ട് മീൻസ് സഡൻ, പെട്ടെന്ന് ഓരോന്നില്ലാതാവുക. അതായത് വെള്ളം പെട്ടെന്നാണ് നമ്മുടെ ഭൂമി വരണ്ടുണങ്ങുന്നത്. ചിലപ്പോൾ ഇന്ന് നല്ല മഴ പെയ്ത് കുതിർന്ന് കിടക്കുന്ന മണ്ണ് നാളെ നാം നോക്കുമ്പോഴത്തേക്കും വറ്റി വരണ്ട്, ഇന്നലെ പെയ്ത മഴയുടെ ഒരു അംശം പോലും ഇല്ലാത്ത രീതിയിൽ വരണ്ട് പോകുന്നു. എന്തുകൊണ്ടാണ്? ഈ മഴവെള്ളം പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു അല്ലെ, ചൂട് കൂടുതൽ. പിന്നെ അതെല്ലാം പെയ്യുന്ന മഴവെള്ളം നമ്മൾ ഇങ്ങനെ ഫ്ലോറൊക്കെ കെട്ടിയിട്ടിരിക്കുന്നതാണ്, അതെല്ലാം ഒഴുകിപ്പോകുന്നു. അതുമല്ല അടിയിലേക്ക് പോകുന്നിടത്താണെങ്കിലോ താഴെ ഒട്ടും വെള്ളമില്ല, ഭൂമിക്ക് ഉൾഭാഗം വരണ്ട് കിടക്കുകയാണ്. അപ്പോൾ പെയ്യുന്ന മഴവെള്ളം അടിയിൽ എവിടെയോ പോയി കിടക്കുകയാണ്, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ആഴങ്ങളിലേക്ക് ചിലപ്പോൾ അത് പോകുന്നുണ്ടാകും. അപ്പോൾ ഇപ്പോൾ ലോകം മുഴുവനും, മനുഷ്യരാശി മുഴുവനും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഷോർട്ടേജ് ഓഫ് വാട്ടർ.
വിത്ത് പോപ്പുലേഷൻ ഓൺ എ കോൺസ്റ്റന്റ് ഇൻക്രീസ്. നമ്മുടെ പോപ്പുലേഷൻ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരിക്കലും കുറയുന്നില്ല, ഒരേ അളവിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. There is a continuous need for water, be it for irrigation, consumption and for other purpose. ഇപ്പോൾ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യത കൂടുതൽ വേണം, അല്ലെ? ആവശ്യം കൂടുതലാണ് നമ്മളുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള ഉപയോഗത്തിനും. പിന്നെ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷിക്ക് ആവശ്യമായ ജലസേചനം നടത്തുന്നതിന് ആവശ്യമായതും നമ്മളുടെ നിത്യോപയോഗ കാര്യങ്ങൾക്കുള്ള ജലത്തിന് ആവശ്യതയുണ്ട്. പിന്നെ മറ്റു പേർപ്പസസ്, ബാക്കി എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാത്തിനും വൈദ്യുതി, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, ജലത്തിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ ഒരു ശ്രദ്ധയുമില്ലാതെ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന മഴവെള്ളത്തെ പാടെ അവഗണിച്ചിട്ട് അത് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നു, അതിങ്ങനെ ഒഴുകി കടലിൽ പോയി കിടക്കുകയാണ്. Unless we take drastic measures now, big patches of land will become totally barren and unlivable. Barren means poor fertile. അതായത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പോകുകയാണെങ്കിൽ, അതായത് unless we take drastic measures now, drastic measures എന്ന് പറഞ്ഞാൽ സിവിയർ ആയിട്ട്, അതായത് വളരെ അത്യന്താപേക്ഷിതമായിട്ട് ഈ ഒരു കണക്ക് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ, അതായത് ഈ മഴവെള്ളം നമ്മൾ വേസ്റ്റേജ് ചെയ്യുന്ന അതെങ്ങനെ കൺസേർവ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ്? ബിഗ് പാച്ചസ് ഓഫ് ലാൻഡ് വിൽ ബിക്കം ടോട്ടലി ബാരൻ ആൻഡ് അൺലിവബിൾ. ഈ ഭൂമിയിലെ മിക്ക ഭൂഭാഗങ്ങളും, അതായത് ലാൻഡ് കുറേ ഭാഗങ്ങൾ മരുഭൂമിയായി പോകും, അല്ലെങ്കിൽ ഫെർട്ടൈൽ അല്ലാതെ ഫലഭൂയിഷ്ഠത ഇല്ലാത്ത മണ്ണായി പോകും. നല്ല വളക്കൂറുള്ള മണ്ണുണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്ത് വിളവൊക്കെ നേടാൻ പറ്റും, അല്ലേ? വിളവ് കിട്ടിയാലല്ലേ നമുക്ക്, നമ്മുടെ കയ്യിൽ പൈസ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മളുടെ ഉള്ളിലേക്ക് വല്ലതും പോവുമോ? പൈസ ഭക്ഷിച്ചാൽ നമ്മുടെ വിശപ്പ് മാറുമോ? ഇല്ല. പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കണമെങ്കിൽ കർഷകർ ധാന്യവിളകൾ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ലാൻഡ് മിക്കവാറും ഒന്നിന് കൊള്ളാത്ത ഒരു ഭൂമിയായിട്ട് മാറും, അൺലിവബിൾ ആകും. നമുക്കിവിടെ ജീവിക്കുക എന്നുള്ളത് അസാധ്യമായിട്ട് വരുമെന്നാണ് പറയുന്നത്. വുഡ് യു ലൈക്ക് ദാറ്റ് ടു ഹാപ്പൻ? നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ഭൂമി ഇങ്ങനെ ഉണങ്ങി വരണ്ട മരുഭൂമി പോലെ കിടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നോ. The first step towards better water management is to put a stop to wasting water at all levels. അപ്പോൾ അതിന് ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങളിപ്പോൾ നോ പറഞ്ഞോന്നറിയാം, നമ്മുടെ ഭൂമി എപ്പോഴും ലിവബിൾ ആയിരിക്കണം, അല്ലേ? മനുഷ്യന് ജീവിക്കാൻ, മനുഷ്യന് മാത്രമല്ല പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സുന്ദരമായ മനോഹരമായ ഒരു ഭൂമിയായിരിക്കണം നമുക്ക്. അപ്പോൾ അതങ്ങനെ നിലനിൽക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ വെള്ളം വേസ്റ്റ് ചെയ്യുന്നത് നിർത്തുക. കാരണം നമ്മുടെ വീട്ടിൽ വീഴുന്ന മഴവെള്ളം, അത് മുകളിലായിട്ട് നമ്മുടെ വീടിൻ്റെ ടോപ്പിൽ വീഴുന്ന, റൂഫിൽ വീഴുന്ന വെള്ളം ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ മുറ്റത്ത് വീഴുന്ന വെള്ളം ആയിക്കോട്ടെ, ഏത് രീതിയിലാണോ നമുക്ക് റെയിൻ വാട്ടർ കിട്ടുന്നത് അത് നമ്മൾ കൺസേർവ് ചെയ്യുക, അത് സൂക്ഷിച്ച് വെക്കാനുള്ള വഴി കണ്ടെത്തുക. നമ്മുടെ മുറ്റത്ത് വീഴുന്ന വെള്ളത്തെ മണ്ണിനടിയിലേക്ക് പോകാനായിട്ടുള്ള മാർഗം കണ്ടെത്തണം. പിന്നെ നമ്മുടെ വീടിൻ്റെ മുകളിൽ വീഴുന്ന വെള്ളത്തെ, നിങ്ങൾക്ക് അറിയാമല്ലോ മഴവെള്ളം ശേഖരിക്കുന്നത്, അല്ലെ? PVC പൈപ്പൊക്കെ പകുതി കെട്ടി സൈഡിൽ പിടിച്ച് കഴിഞ്ഞിട്ട് ആ മഴവെള്ളത്തെ ഒരു ടാങ്കിലോട്ട് സംഭരിക്കണം. അപ്പോൾ ഈ മഴവെള്ള സംഭരണിയൊക്കെ വേണം, അത് ഓരോ വീട്ടിലും മസ്റ്റാണെന്നൊക്കെ ഗവൺമെൻറ് പറഞ്ഞിട്ടും ഇപ്പോഴും നമ്മളൊക്കെ കെയർലെസ്സാണ്. പിന്നെ ഇത്രയും പൈസ കൊടുത്തിട്ട് വലിയ മഴവെള്ള സംഭരണി ഉണ്ടാക്കി വെക്കാൻ പോവുകയല്ലേ, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. ആ ചിന്തകളൊക്കെ മാറ്റണം. നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന മഴവെള്ളത്തെ ഒരു തുള്ളി പോലും മറ്റൊരിടത്തേക്കും പോകാതെ നമ്മളുടെ പറമ്പിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കുക. ആ വെള്ളം വേണം നമുക്കിനി അടുത്ത വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ. പിന്നെ അതുപോലെ വീട്ടിനകത്ത് നിങ്ങൾ ഷവർ ഉപയോഗിക്കുന്നുണ്ട്, ബാത്ത് ടബുകൾ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ കൈ കഴുകാനായിട്ട് വാഷ് ബേസിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വാഷ് ബേസിനിൽ നമ്മൾ കൈ കഴുകുന്നത്, നിങ്ങൾ ബ്രഷ് ചെയ്തിട്ട് വായുമുഖമൊക്കെ കഴുകുന്ന സമയമുണ്ടല്ലോ, നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക? ടാപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ട് വായിൽ വെള്ളം എടുത്ത് കഴുകും, പിന്നെ മുഖത്ത്, അത് കഴിഞ്ഞ് സോപ്പ് ഇടുന്ന സമയത്തും ഈ വാട്ടറിൽ ഇങ്ങനെ ടാപ്പിൽ കൂടെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് ആവശ്യമില്ല, നമ്മൾ സോപ്പ് എടുക്കുന്നു, അത് കൈയിട്ട് പതപ്പിക്കുന്നു, മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കുന്ന സമയത്തൊന്നും നമുക്ക് ആ വെള്ളം ആവശ്യമില്ല. പക്ഷെ ടാപ്പ് എപ്പോഴും ഓൺ ആയിരിക്കും. നിങ്ങൾ ആ ഓൺ ചെയ്യുന്ന ടാപ്പ് ഏറ്റവും അവസാനം അടയ്ക്കും, അത് പാടില്ല. ഒരു കൈ ടാപ്പിൻ്റെ മുകളിലായിരിക്കണം, അത് തുറക്കുക, വെള്ളം വായിലേക്ക് വെക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ക്ലോസ് ചെയ്യാം, വീണ്ടും കൈ കൊണ്ടുപോകുമ്പോൾ അത് ഓപ്പൺ ചെയ്യുക. അങ്ങനെ സൂക്ഷിച്ചുപയോഗിച്ചാൽ മാത്രമേ അടുത്ത തലമുറയ്ക്കും കൂടെ വെള്ളം കിട്ടൂ.
നമ്മളിപ്പോഴും ഇതുപോലെ വേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മക്കൾക്ക് ഉപയോഗിക്കാൻ ഭൂമിയിൽ വെള്ളം ഉണ്ടാവില്ല. അതുപോലെ ഷവർ ഉപയോഗിക്കുമ്പോഴും ആവശ്യത്തിന് മാത്രം നനയ്ക്കുക. ചില കുട്ടികൾ സോപ്പെല്ലാം ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാലും മണിക്കൂറുകളോളം ഷവർ തുറന്ന് അതിൻ്റെ താഴെ നിന്ന് ഡാൻസ് ചെയ്ത് കുളിക്കുന്നവരുണ്ട്. ആ കാലമൊക്കെ പോയി ഏറ്റവും കുറച്ച് വെള്ളത്തിൽ കുളിക്കാനായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് വേറെ ഏത് രീതിയിലാണ് നമ്മൾ വേസ്റ്റേജ്, അതായത് തുണി കഴുകുന്ന സമയത്ത് തുണി കഴുകുമ്പോഴും അത്യാവശ്യത്തിന് മാത്രം വെള്ളം എടുക്കുക. പിന്നെ ജലസേചനം എന്താണ് നിങ്ങളുടെ ഗാർഡനിലൊക്കെ നനയ്ക്കുന്ന സമയത്തും അത്യാവശ്യത്തിന് മാത്രം, ഓവറായിട്ട് കൊണ്ടുപോയി വെള്ളം. ചിലരൊക്കെ മോട്ടോർ ഓൺ ചെയ്തിട്ട് ഈ ഓസ് ഉണ്ടല്ലോ അത് കൊണ്ടുപോയി ഗാർഡനിൽ ഇട്ടിട്ട് പോകും. അവിടെ ഒഴുകി നടന്ന് വെള്ളം കിട്ടിക്കോട്ടെ. അതൊക്കെ തെറ്റാണ്. ഓരോ ചെടിക്കും ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്ന് മുതൽ വാട്ടർ കൺസർവേഷൻ തുടങ്ങണം കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാൻ പാടില്ല. അടുത്ത പാരഗ്രാഫ് കൂടെ നോക്കാം. Many of you will know that paper is made out of wooden pulp, which in turn is derived by cutting trees. അപ്പോൾ വെള്ളത്തിൻ്റെ വേസ്റ്റേജും അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് പേപ്പറാണ്. നേരത്തെ പറഞ്ഞില്ലേ പേപ്പർ എവിടെ നോക്കിയാലും സ്ട്രീറ്റിലൊക്കെ പേപ്പർ വലിച്ചെറിയുന്നത് കാണാം. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, ഈ ഒരു ഷീറ്റ് പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം ചെടി നശിപ്പിച്ച് ചെടിയുടെ അതിൻ്റെ എന്താണ് സ്റ്റെമ്മും ലീഫും എല്ലാം കൂടെ അരച്ച് പൾപ്പാക്കിയാണ് ഈ പേപ്പർ ഉണ്ടാക്കുക. ഇപ്പോൾ ഈ ഒരു ഷീറ്റ് പേപ്പർ ഉണ്ടാക്കാനായിട്ട് ഏതോ ഒരു ചെടിയെ നമ്മൾ മെഷീനിലിട്ട് അരച്ച് പൾപ്പാക്കി ഉണ്ടാക്കിയെടുത്ത പേപ്പറാണിത്. അപ്പോൾ അത് ഓർക്കുമ്പോൾ നമുക്ക് പേപ്പർ വേസ്റ്റ് ചെയ്യാനായിട്ട് തോന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് അറിയാം ആ വുഡൻ പൾപ്പിൽ നിന്ന് എങ്ങനെയാണ് പേപ്പർ ഉണ്ടാക്കുന്നതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിൽ ചിന്തിക്കുക. അതുകൊണ്ട് പേപ്പർ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ദ പേസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ, പേസ് മീൻസ് റൂട്ട് എന്നാണ്. ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വനനശീകരണം. വനനശീകരണത്തിൻ്റെ വഴി എന്താണ്? ദ പേസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ, ദാറ്റ് ഈസ് ദ സ്പീഡ് അറ്റ് വിച്ച് എൻറ്റയർ ഫോറസ്റ്റ് ഹാവ് ബീൻ ഡിസ്ട്രോയിഡ്, ഹാസ് മെയ്ഡ് എ സീരിയസ് ഇംബാലൻസ് ഇൻ നേച്ചർ. അപ്പോൾ ഈ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഒരുപാട് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വനനശീകരണത്തിൻ്റെ സ്പീഡ് കൂടുകയാണ്. നമ്മൾ എടുക്കുന്ന അത്രയും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നില്ല പലയിടത്തും. അപ്പോൾ അതുകൊണ്ട് വനനശീകരണം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? നമ്മളുടെ പ്രകൃതിയുടെ ബാലൻസ് താളം തെറ്റി കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത് മതി. ഫസ്റ്റ് പേജാണ് ഇപ്പോൾ മിസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അപ്പോൾ നന്നായിട്ട് ഈ ഫസ്റ്റ് പേജ് ഒരു 5 times വായിക്കുക കേട്ടോ. നല്ല ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കാൻ പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിന് വോയിസ് മെസ്സേജ് ഇടുക. അപ്പോൾ അടുത്ത ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. ബൈ.